നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4-ാം അധ്യായമായിരുന്നല്ലോ പഠിച്ചത്. 7 സഭകളെ കുറിച്ച് പഠിച്ചു. കർത്താവിനെ കുറിച്ചുള്ള ദർശനത്തെ 1-ാം അധ്യായത്തിൽ കണ്ടു. പിന്നെ 2-3 അധ്യായങ്ങളിലുള്ള 7 സഭകളെ കണ്ടു. 4-ാം അധ്യായത്തിലും സ്വർഗത്തിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തി അവിടെയും അതും ആ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു ആമുഖം പറഞ്ഞിട്ട് ഞാൻ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ സ്വർഗത്തിലെ തുറന്ന വാതിലൂടെ, ഞാൻ ആ ഭാഗം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനെ കാണുക. സ്വർഗത്തിലെ തുറന്ന വാതിലൂടെ അകത്ത് കടന്ന യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും തൊട്ടടുത്ത് നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെയും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും സിംഹാസനത്തിന് ചുറ്റും അല്ലെങ്കിൽ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന മുമ്പിലും പിറകിലും കണ്ണുള്ള വ്യത്യസ്ത രൂപമുള്ള 4 ജീവികളെയും അതിന് സമീപമുള്ള പളുങ്കിനൊത്ത കണ്ണാടി കടലിനെയും കണ്ടതും അതിന്റെ ആത്മീയ അർത്ഥങ്ങളൊക്കെ നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. നമ്മളത് നമ്മുടെ മനസ്സിൽ ആ പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതിന്റെ തുടർച്ചയായി വരുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് ആ നിലയിലേക്ക്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യനായി പറഞ്ഞ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 4 ജീവികൾ മഹത്വപ്പെടുത്തുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന 24 മൂപ്പന്മാർ തങ്ങളുടെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്ന ആ വലിയ സ്തുതിയുടെ സന്ദർഭം നാം ഓർക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്, അതായത് ദൈവം മുമ്പാകെ സ്തുതിയോടുകൂടെ നമസ്കരിക്കുന്നത് ദൈവ മഹത്വം വ്യക്തിപരമായി ഗ്രഹിച്ചിട്ടും ദൈവിക സാന്നിധ്യം അനുഭവിച്ചിട്ടുമാണ്. ഞാൻ ആ പദം ഒന്നുകൂടെ പറയട്ടെ. ദൈവ മഹത്വം അവർ വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരും ഗ്രഹിച്ചിട്ടും ആ ദൈവിക സാന്നിധ്യം അതിന്റെ പൂർണ്ണ തലത്തിൽ അനുഭവിച്ചിട്ടും കൂടിയാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അതുപോലെ നാം ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുന്നതും ആത്മാവിൽ ദൈവ മഹത്വം ഗ്രഹിച്ചിട്ടും ദൈവിക സാന്നിധ്യം അനുഭവിച്ചിട്ടുമായിരിക്കണം. കേവലം മറ്റുള്ളവരുടെ പ്രേരണയിലോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പറയുന്ന വാക്കുകളോ ഒന്നും ആയിത്തീരരുത്. ആത്മാവിൽ ആ ദൈവമഹത്വം നാം മനസ്സിലാക്കണം. ആത്മാവിൽ നാം ആ ദൈവമഹത്വം കാണണം. ആത്മാവിൽ ആ ദൈവീയ സാന്നിധ്യം നാം അനുഭവിക്കണം. അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കണം. പ്രിയമുള്ളവരെ, ആരെയാണ് നാം സ്തുതിക്കുന്നത്, ആരുടെ സന്നിധിയിലാണ് നാം നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ എവിടെയാണ് നാം നിൽക്കുന്നത്, ആരെയാണ് നാം സ്തുതിക്കുന്നത് എന്നുള്ള ആ അറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലുണ്ടാകണം. ഞാൻ 1-2 കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതിനോടൊന്ന് ബന്ധിപ്പിച്ച് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോട്ടെ. സഭായോഗങ്ങളെ ലീഡ് ചെയ്യുന്നവർ അതിനുവേണ്ടി അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ ലീഡ് ചെയ്യുന്നവർ അതിനുവേണ്ടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, കഴിവർത്തമെന്ന് പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അതിനൊപ്പം ദൈവം നമുക്ക് നല്ല സാഹചര്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല പാട്ടുകൾ പാടിയും നമ്മൾ അങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരാധിപ്പിക്കുവാൻ വേണ്ടി ഒരു കൃത്രിമ സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് ഒരു ഉന്മാദ വികാരം ഉണ്ടാക്കുന്നത് ദൈവിക പ്രസാദം ഉളവാക്കുന്നതല്ല. ഒരു ഉന്മാദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതല്ല ദൈവത്തിന്റെ കരുതൽ. അത് ആത്മാവിലാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ പലപ്പോഴും ദൈവിക ഭക്തിയിൽ നിന്നും ഭയത്തിൽ നിന്നും മാറി കേവലം മാനസികോന്മാദവും സംതൃപ്തി നൽകുന്ന ഒരു പ്രോഗ്രാമായി മാറും. ദൈവം അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് നാം അറിയട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി നാം മാറട്ടെ. ഇനി ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ അതായത് ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആ ഭയവും ഭക്തിയും ബഹുമാനവും ഏകാഗ്രതയും ദൈവം കണ്ടില്ല എങ്കിൽ ദൈവം ആ വ്യക്തിയിൽ പ്രസാദിക്കുന്നില്ല എന്നുള്ള കാര്യവും നാം തിരിച്ചറിയണം. അത് നമ്മുടെ ഉള്ളത്തിനുള്ളിൽ നാം ഗ്രഹിക്കണം. ദൈവം അത് നോക്കുന്നു, അത് കാണുന്നു എന്നുള്ളത് നാം അറിയണം. നമുക്കറിയാം, യാഗം അർപ്പിക്കാൻ പോയ കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ആ പദം അങ്ങനെ തന്നെയാണ്. കായീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അതിന്റെ ഒപ്പം തന്നെ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ ചിന്തയിട്ട് എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ആ കാര്യം നാം എപ്പോഴും നാം ഗ്രഹിക്കണം. അത് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവരെ ആരാധിപ്പാൻ നാം മെനക്കെടേണ്ട. നാം ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചാൽ മതി. നമ്മൾ ദൈവത്തെ ആരാധിക്കുക, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ആരാധിപ്പിക്കുക എന്നൊരു ശുശ്രൂഷ നമുക്ക് ദൈവം തന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ രക്ഷയിലേക്ക് നയിക്കുക, അവരെ സുവിശേഷം പറയുക, അവരെ ദൈവമഹത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമ്മൾ എത്തുന്നുള്ളൂ. ഒരു വ്യക്തിയെ കൊണ്ട് ആരാധിപ്പിക്കുക എന്നൊരു ശുശ്രൂഷ നമുക്ക് ആർക്കും തന്നിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയട്ടെ. നമ്മിലുള്ള ദൈവീയ സാന്നിധ്യം,
നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ മക്കളായി നാം ജീവിക്കുമ്പോൾ നമ്മിലുള്ള ദൈവിക സാന്നിധ്യം ആത്മാവിൽ ഗ്രഹിക്കുന്ന ആത്മീയർ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ആത്മാവിൽ ഗ്രഹിക്കുന്ന ആത്മീയവർ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ 24 മൂപ്പന്മാർ, 4 ജീവികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടിട്ട് അത് കേട്ടിട്ട് അവരും ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവത്തെ നമസ്കരിക്കുന്നത് പോലെ ദൈവം മുമ്പാകെ വീഴും. അതാണ് ദൈവിക ആരാധനയും ആത്മാവിന്റെ നടത്തിപ്പ് എന്നുള്ളത് എല്ലാവരും ഗ്രഹിക്കുക. അങ്ങനെ ഒരു ആരാധനയ്ക്ക്, അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, അങ്ങനെ ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുക. അങ്ങനെയുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ, ആത്മാവിൽ ചേർന്ന് വരുമ്പോൾ, അതിനടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ യോഗ്യതകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിക്കും. നാം നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർ, അവർക്കും അവരുടെ ഉള്ളിൽ ദൈവിക വെളിപ്പാടുകൾ ലഭിച്ചിട്ട് ദൈവമഹത്വം അവർ ഗ്രഹിച്ചിട്ട് അവരും അതിനോട് ചേർന്ന് ആത്മാവിനാൽ നടത്തപ്പെടും. അതാണ് ദൈവിക ആരാധന, ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്നുള്ളത് നാം ഓർക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ തങ്ങളുടെ അയോഗ്യതകളെ ഓർക്കും. ആരാധിക്കുന്നവർ തങ്ങളുടെ അയോഗ്യതകളെ ഓർക്കും. അങ്ങനെ ഓർക്കുമ്പോൾ അവർ ദൈവത്തെ ബഹുമാനവും മഹത്വവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആത്മാവിലും സത്യത്തിലും അവർ ദൈവത്തെ നമസ്കരിക്കും. അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്. ഈ നാളുകളിൽ ആ ഒരു നിലയിലേക്ക് വളർന്നു വരുവാൻ, അങ്ങനെ ഒന്ന് ദൈവത്തെ ഗ്രഹിക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടക്കാം. 5-ാം അധ്യായത്തിന് 14 വാക്യങ്ങളുള്ള ഈ 5-ാം അധ്യായത്തിലേക്ക് സ്വർഗത്തിലേക്ക് കയറി വന്ന് നമ്മൾ കണ്ടിരുന്നു. സ്വർഗത്തിലേക്ക് കയറി വന്ന യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയും തുടർന്നുള്ള ചുറ്റുമുള്ള ജീവികളെയും മൂപ്പന്മാരെയും കണ്ടതിന് ശേഷം യോഹന്നാന്റെ ശ്രദ്ധ ദൈവത്തിന്റെ വലങ്കരത്തിൽ ഇരിക്കുന്ന 7 മുദ്രയാൽ സുരക്ഷിതമാക്കപ്പെട്ട ഒരു ചുരുളിലേക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് 5-ാം അധ്യായത്തിന്റെ സംക്ഷിപ്തം. അതിനെ തുടർന്നുള്ള ചില കാര്യങ്ങളാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പുസ്തകം, ആ ദൈവത്തിന്റെ വലങ്കരത്തിലിരിക്കുന്ന ആ സുരക്ഷിതമാക്കപ്പെട്ട അല്ലെങ്കിൽ ഭദ്രമാക്കപ്പെട്ട ആ ശ്രേഷ്ഠ പുസ്തകം, അതിന്റെ 7 മുദ്രകൾ, ആ മുദ്രകൾ പൊട്ടിക്കുവാൻ യോഗ്യതയുള്ള ആരെയും കാണാഞ്ഞ് അല്ലെങ്കിൽ ആരെയും അവിടെ കാണാഞ്ഞിട്ട് യോഹന്നാൻ വളരെ കരഞ്ഞതായി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗമാണ് അതിന്റെ തുടക്കത്തിൽ കാണുന്നത്. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ യേശുക്രിസ്തു അതിന് യോഗ്യനാണുള്ള എന്നുള്ള വസ്തുത മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനെ അറിയിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. 6-7 വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കരങ്ങളിലേക്ക് ആ പുസ്തകം കൈമാറപ്പെടുന്നത് നമുക്ക് അവിടെ വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് 8 മുതൽ 14 വരെ വാക്യങ്ങൾ സ്വർഗത്തിൽ വീണ്ടും ഒരു ആരാധന ഉയരുന്നു. വീണ്ടും ഒരു ആരാധന ശബ്ദം, ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു പുതിയ സന്ദർഭം, പുതിയൊരു അനുഭവം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിന്റെ സംക്ഷിപ്തം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വലങ്കരത്തിലുള്ള ഈ പുസ്തകം 7 മുദ്ര, ഞാനത് പറഞ്ഞാണ്, 7 മുദ്രകളാൽ ഭദ്രമാക്കിയതാണ്. അതായത് ഇതിൽ രേഖപ്പെടുത്തിയതിന് മാറ്റം വരുത്താതിരിക്കാൻ ദൈവം അത് മുദ്രയിട്ട് സൂക്ഷിപ്പിച്ചിരിക്കുന്നു. അതിനൊരു വ്യത്യാസവുമില്ല. നമുക്കറിയാം ദൈവവചനത്തിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല, അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ആ നിലയിൽ തന്നെ അത് മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. 7 എന്നൊരു പൂർണ്ണതയെ കുറിച്ച് കാണിക്കുന്നു. അത് പൂർണ്ണമായി ഭദ്രമാക്കിയതാണ്. അതിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വിധത്തിൽ യോഗ്യരായവർക്കേ ഈ മുദ്ര പൊട്ടിക്കുവാൻ കഴിയുള്ളൂ. ദൈവം ആ പറയുന്ന ആ യോഗ്യത, ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് യോഗ്യരായവർക്ക് മാത്രമേ ഈ മുദ്രയ്ക്ക് പൊട്ടിക്കാൻ കഴിയുള്ളൂ. അകത്തും പുറത്തും എഴുത്തുള്ള ഈ പുസ്തകം, ഞാൻ അതിനൊരു 1-2 കമന്ററിയിലും അല്ലെങ്കിൽ ഇതിന്റെ നോട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു അനുമാനം ഞാൻ പറയാണ്. അകത്തും പുറത്തും എഴുത്തുള്ള ഈ പുസ്തകം ഒരു ഉരുണ്ട തടിയിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ചുരുളാണെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉരുണ്ട തടിയിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുരുണ്ട്. അതിൽ മുദ്രകളുണ്ട്. ഒരു മുദ്ര പൊട്ടിക്കുമ്പോൾ അടുത്ത മുദ്ര വരെ ഉള്ള ഭാഗങ്ങൾ വായിക്കാവുന്ന വിധത്തിലായിരിക്കാം അത് മുദ്രയിട്ടിരിക്കുന്നത്. ഒരു മുദ്ര പൊട്ടിക്കുമ്പോൾ അത് ചുരുളുകൾ കുറച്ച് തുറന്ന് അത്രയും ഭാഗം വായിച്ചിട്ട് പിന്നെ അടുത്ത മുദ്ര പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ആലങ്കാരിക വിവരണം മനസ്സിലായി. ഇതെല്ലാം ആലങ്കാരിക സംഭവങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആലങ്കാരിക ചിത്രീകരണമായിട്ട് നമുക്ക് നൽകുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ആത്മീയ അർത്ഥത്തിലായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത്. 3-1 നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആകാശത്ത് നഷ്ടപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു വൈറസ് മതി 3-1 നഷ്ടപ്പെടാൻ എന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ ഗ്രഹിച്ചതാണ്. ഭൂമിയിലെ 3-1 ജനങ്ങളെ നഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ നശിച്ചു പോകാൻ, മരിച്ചു പോകാൻ അത് മതി.
അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലൂടെ, ദൈവത്തിന്റെ ഹിതത്തിലൂടെ, ദൈവം ഈ പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കും എന്നുള്ളതിന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ആലങ്കാരിക വിവരണമാണ്. ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുമ്പോൾ ചില വ്യക്തികളുടെയും സംഭവങ്ങളുടെയും ആവിർഭാവം മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതായത് ദൈവത്തിന്റെ വലങ്കരത്തിലുള്ള ഈ പുസ്തകത്തിൽ എഴുതിയത് പൂർണ്ണ തോതിൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിലെന്താണ് എഴുതിയുള്ള കണ്ടന്റ് അതേപോലെ നമ്മുടെ മുന്നിൽ അത് വായിച്ച് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. മുദ്രകളെ പൊട്ടിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന കുറെ സംഭവങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഭൂമിയുടെ ഭാവി അധികാരത്തെയും തുടർന്നുള്ള നടപടികളെയും കാണിക്കുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിൽ അല്ലെങ്കിൽ തുടർന്ന് ഭാവിയിൽ ആരാണ് ഭൂമിയിൽ അധികാരം കൈക്കൊള്ളുന്നത്, ആരുടെ അവകാശമാണ് ഇനി വെളിപ്പെടാനുള്ളത് എന്നതിനെ കാണിക്കുന്ന ഒരു വലിയ മുദ്രയായി, ഒരു ആധാരം പോലെ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 2ാം വാക്യത്തിൽ പറയാണ്, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. അന്നേരം ആ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ വലിയ ജിജ്ഞാസയോടെ ദൈവത്തിന്റെ വലങ്കരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അറിയാൻ ചുറ്റും നോക്കി. തക്ക യോഗ്യതയുള്ള ആരെയും താൻ കണ്ടില്ല. അത് കണ്ടപ്പോൾ അതിന്റെ 3-4 വാക്യങ്ങളിൽ പറയാണ്, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാനോട് പറയാം. ഇവിടെ നമുക്കറിയാം 24 മൂപ്പന്മാരുണ്ട്, 4 ജീവികളുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അന്നേരം ഇവിടെ ഈ സന്നിഹിതരായിരിക്കുന്ന 24 മൂപ്പന്മാർക്കോ ഈ 4 ജീവികൾക്കോ പഴയ പുതിയ നിയമ വിശുദ്ധന്മാർക്കോ അല്ലെങ്കിൽ ദൈവീയ പദ്ധതികളുടെ നാശത്തിനായി പ്രവർത്തിക്കുന്ന പിശാചിനോ അല്ലെങ്കിൽ അവന്റെ സേനയ്ക്കോ അങ്ങനെയുള്ള ആർക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് പറയുന്നത്, ഭൂമിക്ക് കീഴിലും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അന്നേരം യോഹന്നാന്റെ സങ്കടത്തിന് മുന്നിൽ, യോഹന്നാൻ അതോർത്ത് ആ ജിജ്ഞാസയോടെ അതിനെ ചുറ്റും നോക്കി കരഞ്ഞ ആ യോഹന്നാന്റെ സങ്കടത്തിന് മുന്നിൽ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ യേശു ക്രിസ്തു ഈ പുസ്തകം അല്ലെങ്കിൽ പുസ്തകവും അതിന്റെ മുദ്രയെ തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകളിൽ കാണണമേ, നിങ്ങളുടെ ചിന്തകളിൽ ഈ അവിടുത്തെ അതൊന്ന് ചിത്രീകരിച്ച് കൊണ്ടുവരണമേ, നിങ്ങളുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരണമേ. അതിനോടൊപ്പം വെളിപ്പെടുന്ന ദൈവീയ ദൂതുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സംഗ്രഹിക്കണമേ. കേവലം ഒരു പ്രസംഗം കേട്ടുപോകുന്നത് പോലെയല്ല, സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതിനോടൊപ്പം ദൈവാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്ന ആ ദൂതുകളോട് ചേർത്ത് നമ്മളെ തന്നെ ഒരുക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇങ്ങനെയാണ്, ദാവീദ് ഗോത്രത്തിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ യേശുക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ യഹൂദാ ഗോത്രത്തിലുള്ള പ്രസക്തി നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. യഹൂദാ ഗോത്രത്തിന്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു, അതിന്റെ ആ വിശദങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇസ്രായേലിന്റെ പ്രവാസം വരെയുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായി രാജഭരണം നടത്തിയത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം എന്നറിയപ്പെടുന്ന ദാവീദിന്റെ സന്തതി പരമ്പരയായിരുന്നു. ആ തലമുറയിലുള്ള യോസേഫിന്റെ ഭാര്യ മറിയയിൽ ജനിച്ച യേശു കർത്താവിനെ ദാവീദിന്റെ പേര് അല്ലെങ്കിൽ ദാവീദിന്റെ പേര് എന്നറിയപ്പെടുന്നത് ഒരു പ്രവചന നിവൃത്തിയാണ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയാണ് 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ആ നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അതായത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇവിടെ ദാവീദിന്റെ പേരെന്നുള്ള ഈ വർണ്ണന അല്ലെങ്കിൽ ഈ പ്രസ്താവന. അവന്റെ മനുഷ്യത്വത്തെ വ്യക്തമാക്കുന്നതാണ്. ഇതിൽ പറയുന്നുണ്ട്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ യേശു പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന നാം കേട്ടതാണല്ലോ. പൂർണ്ണ ദൈവവും സർവശക്തനുമായ യേശു ക്രിസ്തുവിന്റെ ജയം, അവിടെ ഒരു പദം നമുക്ക് കാണുന്നുണ്ട്, തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു പൂർണ്ണ ദൈവവും സർവശക്തനുമായ യേശു ക്രിസ്തുവിന്റെ ജയമെന്ന് ഇവിടെ പറയുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ഒരു ജയമാണ്. സർവശക്തനാണ് ദൈവം, സർവ്വവ്യാപിയാണ് ദൈവം, സർവജ്ഞാനാണ്, അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ദൈവം, അവനെ തോൽപ്പിക്കുവാൻ അവനെ കീഴടക്കുവാൻ ആർക്കും കഴിയാത്തപ്പോൾ അവനൊരു ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്, എന്നോട് നിങ്ങളോടുമുള്ള ബന്ധത്തിലാണ് ആ ജയം എന്നുള്ളത്. ഇന്ന് രാത്രി ആത്മാവിൽ നാം ഗ്രഹിക്കട്ടെ. നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു ജയം അവൻ സ്വർഗത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മനുഷ്യന് ദൈവം മുമ്പാകെ നീതിയോടെ നമുക്കറിയാം, ദൈവത്തിന് മുമ്പാകെ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ലാതെ ആദാം ഹവ്വ ദൈവത്തിന് മുമ്പിൽ ഓടി ഒളിച്ചു പോകുന്ന സംഗതി
സംഗതികളൊക്കെ നമ്മുടെ മുന്നിൽ അറിയാം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ വായിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു മനുഷ്യന് ദൈവം മുമ്പാകെ നീതിയോടെ നിൽപ്പാനുള്ള പ്രാഗൽഭ്യം നേടിക്കൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിച്ചു എന്നതാണ് ആ ജയം. ഞാനും നിങ്ങളും ദൈവമക്കൾ എന്നുള്ള ആ വലിയ ബോധ്യമുണ്ടെങ്കിൽ അതാണ് ക്രിസ്തുവേശു സ്വർഗത്തിൽ ഘോഷിക്കുന്ന ആ ജയമെന്ന് ഇന്ന് ആത്മാവിൽ നാം ഗ്രഹിക്കട്ടെ. അത് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കട്ടെ. ദൈവസന്നിധിയിൽ സ്തുതിക്കുവാൻ അതൊരു കാരണമായി തീരട്ടെ. മനുഷ്യന്റെ മുമ്പാകെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പാകെ നികൃഷ്ടരായി നാം ഒക്കെ തള്ളിപ്പോയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ പോലും ആ അല്ലെങ്കിൽ ദൈവം ആ മഹത്വത്തിൽ വാണരുളുന്ന സിംഹാസനത്തിന്റെ മുമ്പിൽ ആ പുസ്തകം തുറക്കുവാനുള്ള യോഗ്യതയായി വെളിപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് സാധിച്ചു എന്നുള്ളതാണ് അവിടെ യോഗ്യതയായി കാണുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്രമാത്രം വിലയേറിയതായി കാണുന്നു എന്നുള്ളതിന്റെ അതിന്റെ തിരിച്ചറിവാണ്. അത് ഓർത്ത് എപ്പോഴും ദൈവം മുമ്പാകെ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, ക്രൂശിൽ ഒരിക്കലായിട്ട് എന്നേക്കുമായി നടത്തിയ ആ ശരീരയാഗത്താൽ പാപത്തെയും മരണത്തെയും സാത്താനെയും വാഴ്ചകളെയും അധികാരങ്ങളെയും തോൽപ്പിച്ച് അവരുടെ എല്ലാ ആയുധവർഗങ്ങളെയും വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയത്, അതാണ് ആ കുഞ്ഞാടിന്റെ യോഗ്യതയായി ഇവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പേര് വീണ്ടെടുപ്പെന്ന പദത്തെ നമ്മൾ ലഘൂകരിച്ച് കാണരുത്, അതിന്റെ അളവ് കുറച്ച് കാണരുത്, അത് ഒത്തിരി വിലയരുത്. അതിന്റെ പുറകിൽ നൽകപ്പെട്ട വില നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്താണ് അതിന്റെ പുറകിൽ നൽകിയ വില, അതിന്റെ പുറകിലുള്ള ആ വില, കർത്താവ് ദൈവം നൽകിയിരിക്കുന്ന വില. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ആ വീണ്ടെടുപ്പ് എന്നുള്ള പദത്തെ, വീണ്ടെടുപ്പ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞാനിപ്പോൾ ഈ അധ്യായത്തിന്റെ ബേസിൽ പറയാണ്. വീണ്ടെടുപ്പ് എന്നുള്ള പദത്തെ അത്ര ആഴത്തിൽ നാം അതിനെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുക. അതിന്റെ പിന്നിൽ നൽകപ്പെട്ട വില നമുക്ക് ചിന്തിക്കുന്നതിനും ഊഹിക്കുന്നതിനും ഒക്കെ അപ്പുറമാണെന്നുള്ളത് നാം ഗ്രഹിക്കട്ടെ. അതിന്റെ ആഴവും പദവിയും ദൈവിക പരിശുദ്ധിയുടെ മുമ്പിൽ വെള്ളവസ്ത്രം ധരിച്ച് ദൈവ തേജസ്സിനായി ശോഭിതരായി നാം നിൽക്കുമ്പോൾ അന്ന് നാം അറിയും, അന്ന് നാം ഗ്രഹിക്കും എന്തുമാത്രം വലിയ ഒരു വീണ്ടെടുപ്പാണ് നമുക്ക് ലഭിച്ചതെന്ന് നാം തിരിച്ചറിയുന്ന ഒരു നാളിലേക്കാണ് നമ്മുടെ യാത്ര. അത് കാലം കഴിയുമ്പോൾ നാം അവരുടെ മുമ്പാകെ വെള്ള ഉടുപ്പ് ധരിച്ച് ആ ദിവ്യ തേജസ്സിനാൽ ശോഭിതരായി നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും അതിനെക്കുറിച്ചുള്ള ആ ബോധ്യം നമുക്ക് വരും. അന്നാണ് നമുക്ക് അതിന്റെ വീണ്ടെടുപ്പിന്റെ ആ പൂർണ്ണ മഹത്വം നാം ഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ആത്മാവിൽ അതിന്റെ ആഴത്തെ ചിന്തിക്കുകയും ആത്മാവിൽ അതിന്റെ ആഴത്തെ ഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചും നമ്മളെ തന്നെ സമർപ്പിച്ചും നമ്മുടെ ക്രിസ്ത്യത മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, അത്രമാത്രം വില കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് നാം ഗ്രഹിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. പലപ്പോഴും നാം അല്ലെങ്കിൽ പലപ്പോഴും നാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ആഴം ഗ്രഹിക്കാതെ, പലപ്പോഴും നാം നമ്മളെ തന്നെ തള്ളി നീക്കി ഗൗനിക്കാതെ, വേണ്ട വില കൊടുക്കാതെ, ഇതിനെയൊക്കെ ഉദാസീനരായി കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതിന്റെ പുറകിൽ ഒരു വലിയ വിലയുണ്ടെന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഉള്ളത്തിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കാം. വിശ്വാസത്താൽ കൃപ മൂലം നമ്മൾ പ്രാപിച്ച രക്ഷ, വീണ്ടെടുപ്പ്, അത് എത്രമാത്രം പൂർണ്ണതയും ഉറപ്പുമുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് അത്രയും വലിയ വില കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഉറപ്പ്, അത് പൂർണ്ണതയുള്ള ഒരു ഉറപ്പാണ്. ഇന്ന് രാത്രിയിൽ ആ പൂർണ്ണതയുള്ള ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നെ ദൈവവും കാത്തിരിക്കുന്നുണ്ട്. ആ വീണ്ടെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്ന ഒരു നാളിലേക്ക്, അവന്റെ ആ ജയോത്സവം, നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ജയോത്സവം കൊണ്ടാടുന്ന ആ ദൈവത്തിന്റെ ജയോത്സവത്തിന്റെ ആ നാളുകൾ, തന്റെ ഭക്തന്മാരെ കാണുമ്പോൾ ആ ജയോത്സവത്തിന്റെ സന്തോഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ആ ദിവസത്തിലേക്കാണ് ദൈവവും കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആ മഹാദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ജീവിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. അവന്റെ മുമ്പാകെയാണ് നാം ആരാധിക്കുന്നത്, അവനെയാണ് നാം സ്തുതിക്കുന്നത്, അവനെയാണ് നാം പാടുന്നത്, അവന്റെ മുന്നെയാണ് നമ്മൾ നിഷ്കളങ്കരായി ജീവിക്കുന്നു എന്നൊക്കെ നാം പറയുന്നത്. അതിനായി ആ ആഴം, അതിന്റെ ഗൗരവം ഇന്ന് രാത്രി എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ആ ഉറപ്പിന്റെ ദർശനവും അതിന്റെ വ്യാഖ്യാനവുമാണ് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ 6-ാം വാക്യത്തിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. പ്രിയമുള്ളവരെ,
ഇവിടെ നമുക്ക് കാണുന്ന ഒരു പദം, സകല മൂപ്പന്മാരുടെ മധ്യത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഒരു പദം. വീണ്ടെടുപ്പ് പ്രക്രിയയുടെ അടയാളമായിട്ടാണ് അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാട് പ്രത്യക്ഷമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പദം ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ആവർത്തിക്കട്ടെ. വീണ്ടെടുപ്പിന്റെ വില അത് വലിയതാണ്. അത് സ്വർഗത്തിലെ ദൈവം അത് വലിയതായിട്ട് തന്നെ ഇന്നും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാടോടെ നിൽക്കുന്നത്. വീണ്ടെടുപ്പ് പ്രക്രിയയുടെ അടയാളമായിട്ടാണ് അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാട് അവിടെ പ്രത്യക്ഷമാകുന്നത്. ഇവിടെ ഈ കുഞ്ഞാടെന്ന് പറയുന്നത് ഒരു മൃഗമല്ല. അത് തുടർന്നുള്ള അടുത്ത വാക്യത്തിൽ കൊടുക്കുന്ന 7-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അവൻ വന്ന്, അതായത് കുഞ്ഞാട് വന്ന്, അല്ലെങ്കിൽ അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. അന്നേരം അവൻ എന്ന സംബോധന കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതിനെ ഉറപ്പിക്കുന്നു. 1-2 വാക്യങ്ങളോട് ഇതിന്റെ ഉറപ്പിനായി വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നത്, പിറ്റന്നാൾ യേശു തന്റെ, യോഹന്നാൻ സമൂഹയാണ്, പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ വാക്യത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറയുന്നുള്ളൂ. പത്രോസ് തന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിന്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ. പിന്നെയും നിങ്ങൾ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുകയാണ്. എവിടെ നിന്നാണ്? വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ടെത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, അത് ഗ്രഹിക്കട്ടെ. 20-ാം വാക്യത്തിൽ പത്രോസ് പിന്നെയും പറയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ആ പത്രോസ് അവിടെ തുടർന്ന് പറയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞാട് എന്നത് കർത്താവിന്റെ, നമ്മളിവിടെ ഒരു പദം നമ്മൾ പറയുന്നത് കുഞ്ഞാട്. ഈ കുഞ്ഞാട് എന്നത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഒന്നാമത് ഭൂമിയിലേക്കുള്ള തന്റെ ഒന്നാമത്തെ വരവിനെ കാണിക്കുന്നതാണ്. താഴ്മയും അനുസരണവും സമർപ്പണവും ഉള്ളവനായി ഒരു കുഞ്ഞാട് എന്ന പോലെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്ത യാഗമായി ക്രൂശിൽ മരിച്ചു. നാം തുടർന്നുള്ള വാക്യത്തിൽ വായിച്ചതുപോലെ ദാവീദ് ഗോത്രത്തിലെ സിംഹം എന്നുള്ളൊരു പദം നമ്മളോട് വായിച്ചിട്ടുണ്ട്. ദാവീദ് ഗോത്രത്തിലെ അതായത് രാജാവ് എന്ന നിലയിലുള്ള രണ്ടാമത്തെ വരവിനെ കാണിക്കുന്നതാണ് ആ ഒരു വർണ്ണന. ഒന്ന് കുഞ്ഞാടെന്ന നിലയിൽ അവൻ ഒന്നാമത്തെ വരവിനെ കാണിക്കുമ്പോൾ, ദാവീദ് ഗോത്രത്തിലെ സിംഹം എന്ന് പറയുമ്പോൾ അവൻ രാജാവായി രണ്ടാമത് വരുന്നതിനെ കാണിക്കുന്നുണ്ട്. ഇനി അറുക്കപ്പെട്ടതുപോലെ കാണുന്നത് തന്റെ യാഗമരണത്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ 7 കൊമ്പുകളുള്ള കുഞ്ഞാടിനെയാണ് കാണുന്നത്. 7 കൊമ്പുകൾ തന്റെ സമ്പൂർണ്ണ അധികാരത്തെ കാണിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരണപ്പെട്ടു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കരുണപ്പെട്ടത് ലോകം മുഴുവൻ വിചാരിക്കുന്നത് ഒരു നീതിമാനായ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ജീവിച്ചു, അവൻ എന്ത് ചെയ്തു, അവനെ എല്ലാവരോടും കൂടി പിടിച്ച് ക്രൂശിച്ചു, അവൻ ഇല്ലാതായി എന്ന ലോകം ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ക്രിസ്തു ക്രൂശിൽ മരണപ്പെട്ടു എന്നത് തന്റെ അധികാരത്തിന് എന്തെങ്കിലും കുറവോ ബലഹീനതയോ വരാൻ ഇടയായില്ല എന്ന് ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആ 7 കൊമ്പുകൾ കാണിക്കുന്നത്. അവന്റെ അധികാരത്തിനോ ശക്തിക്കോ അവന്റെ മഹത്വത്തിനോ ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതായത് നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അതാണ് ഒന്നുകൂടെ ഉറപ്പിച്ചു തരികയാണ് നമ്മുടെ ഉള്ളത്തിലേക്ക്. 7 കണ്ണുകൾ, നമുക്കവിടെ 7 കണ്ണുകളുള്ള ദൈവാത്മാക്കൾ കാണുന്നുണ്ട്. 7 കണ്ണുകൾ എന്നുള്ളത് തന്റെ അറിവിനെ കുറിക്കുന്നതാണ്. അതായത് നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായ ദൈവമാണെന്നുകൂടെ അവിടെ വ്യക്തമാക്കുകയാണ്. സർവജ്ഞാനി, സകലതും അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയാം. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കണ്ടല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. അവിടെ സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. എല്ലായിടത്തും അവന്റെ സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ ദൈവം സർവ്വവ്യാപിയുമാണ് എന്നതിനെ വ്യക്തമാക്കുന്നുള്ളൂ. 7 കണ്ണുകൾ, എല്ലായിടത്തും അവന്റെ കണ്ണെത്തുന്നു, എല്ലായിടത്തും അവന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ദൈവം സർവ്വവ്യാപിയുമാണ്. സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായാണ് നമ്മുടെ ദൈവം എന്നുള്ളതിനെ ഈ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്ന കർത്താവ് നമ്മൾ ആ പിക്ചറിലേക്ക് വരികയാണ്. നമുക്കറിയാം, സിംഹാസനത്തെ കുറിച്ച് നമ്മൾ കണ്ടു, അതിനു ചുറ്റുമുള്ള 4 ജീവികളെ കുറിച്ച് അറിയാം, 24 മൂപ്പന്മാരും സിംഹാസനങ്ങളെ കുറിച്ച് അറിയാം. ഇതൊക്കെ നമ്മൾ കണ്ണാടികളിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ കുഞ്ഞാടായി ചിത്രീകരിച്ചിരിക്കുന്ന കർത്താവ് സകലരുടെയും മധ്യയാണ് നിൽക്കുന്നത്. അതായത് 24 മൂപ്പന്മാരുടെയും അവരുടെ സിംഹാസനങ്ങളുടെയും 4 ജീവികളുടെയും മധ്യയാണ് നിൽക്കുന്നത്. അവരുടെ നടുക്കാണ് നിൽക്കുന്നത്. അതിന്റെ ഒപ്പം 7 ദൈവാത്മാക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയും നമുക്കറിയാം. 7 ദൈവാത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതാണല്ലോ. അന്നേരം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിന്റെ നമ്മൾ ഈ പറഞ്ഞ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ കുഞ്ഞാടായ അല്ലെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ, കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടിരുന്നില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവവും അതിന് മുമ്പിൽ നിൽക്കുന്ന 7 ആത്മാക്കളായ ആ പരിശുദ്ധാത്മാവിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അവിടെ യേശു കർത്താവ് ഒരുപക്ഷെ പിതാവിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുകയായിരിക്കാം.
പിതാവിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുകയായിരിക്കാം. അങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുസ്തകം വാങ്ങി മുദ്രകളെ പൊട്ടിക്കാൻ വേണ്ടി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സിംഹാസനത്തിൽ ദൈവത്തിനൊപ്പം ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ദൈവത്തിന്റെ വലങ്കരത്തിൽ ഇരിക്കുന്ന പുസ്തകം പൊട്ടിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ചപ്പോൾ അവൻ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ ദൈവത്തിന്റെ മുമ്പാകെ, പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ ആ വലങ്കരത്തിലിരിക്കുന്ന പുസ്തകം മേടിക്കുവാനായിട്ട് അവൻ ആ യോഗ്യതയോടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന പ്രയോഗം നമുക്ക് പരിചിതമാണല്ലോ. അത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ യോഹന്നാൻ സുവിശേഷത്തില്. ഒന്നുകൊണ്ട് വാക്യം കൂടെ ഞാൻ എന്നോട് ചേർത്ത് വായിച്ചിട്ട് നിങ്ങളുടെ അറിവിലേക്ക് വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. ഇത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്, അവിടെ സിംഹാസനങ്ങളിൽ നിന്നല്ല, സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഇനി 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്: യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അന്നേരം ഒരു സിംഹാസനത്തിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അന്നേരം അവനെ ആരാധിക്കുമ്പോൾ ദൈവത്തെ കുഞ്ഞാടിന് ആ ഏകവചനം ത്രിത്വം ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അടങ്ങിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. 4-ാം വാക്യത്തിൽ പറയണം. ഈ ഭാഗങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. ഇനി സ്തേഫാനോസ് രക്തസാക്ഷിയാകുന്ന സമയത്ത്, താൻ മരിക്കുന്ന ആ സമയത്ത് പിതാവിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന പുത്രനെ ദർശിച്ചതായി നാം വായിച്ചിട്ടുണ്ടല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ. ആ ഭാഗം നമുക്കറിയാമല്ലോ. സ്തേഫാനോസിന്റെ അവസാന സമയത്ത് അവനെ സ്വീകരിപ്പാൻ കർത്താവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നതാകാം. അങ്ങനെ നമുക്ക് ആ കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാം. സ്തേഫാനോസിന്റെ ആ അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം കുറച്ചുകൂടെ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പറയാനായിട്ട്, കാരണം സ്വർഗത്തിലെ കാര്യമാണ്, ദൈവം വെളിപ്പെടുത്തി തന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അന്നേരം ഇതിനെക്കുറിച്ച് വലുതായിട്ട് ഇത് ഇന്നതുപോലെയാണെന്ന് കൃത്യമായി പറയാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ കഴിയില്ലായിരിക്കാം. പക്ഷേ പൗലോസ് കൊരിന്ത്യർ പറയുന്നത് പോലെ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ കാണും. ഇവിടെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നുള്ള ഭാഗം നിങ്ങൾ ഓർക്കുക. ആദ്യ കാലഘട്ടത്തിലൊക്കെ അത്ര നല്ല ഇന്നത്തെ പോലുള്ള നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള കണ്ണാടി ഒന്നും ഇല്ലായിരുന്നു. ആ കണ്ണാടി ഉരച്ച് വൃത്തിയാക്കിയ പാടുകൾ ആ കണ്ണാടിയിൽ നമുക്കൊരു രൂപം കാണും, എന്നാൽ അത്രയും വ്യക്തമല്ല എന്ന രീതിയിലാണ്. പക്ഷെ അവിടെ ഉണ്ട്, സംഗതി ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ പോലെ അത്ര വ്യക്തമായ ഒരു കണ്ണാടി, അല്ലെങ്കിൽ പൂർണ്ണമായി കാണിക്കുന്ന അത്ര ക്ലാരിറ്റി ഉള്ള ഒരു കണ്ണാടി അല്ലായിരുന്നു അന്ന് എന്ന് പറഞ്ഞവിടെ. ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് നാം ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, സ്വർഗത്തിൽ സംഭവിക്കാനുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന്റെ കൃത്യത വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. മുഖാമുഖമായി കാണുമ്പോൾ കാര്യങ്ങളൊക്കെ നാം അറിയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അവനോട് സദൃശന്മാരെ അവനെ താൻ ഇരിക്കും പോലെ കാണുന്ന നാളിൽ നമുക്കെല്ലാം വ്യക്തമാകുമെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരിലും ആ പ്രത്യാശ ഉണ്ടാകട്ടെ, അനുദിനം വർദ്ധിച്ചു വരട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ സൈത്യത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാം. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വലതു കൈയിൽ നിന്നും സമീപത്ത് നിൽക്കുന്ന 7 ദൈവാത്മാക്കൾ എന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ യേശു കർത്താവ് ആ പുസ്തകം വാങ്ങുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്ന, നിങ്ങൾ ആ പിക്ചർ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് കുഞ്ഞാട് ആ പുസ്തകം വാങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന 24 മൂപ്പന്മാർ, 4 ജീവികൾ, യോഹന്നാൻ അവിടെ കാഴ്ചക്കാരനാണ്. യോഹന്നാൻ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇവരെല്ലാം അവന്റെ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് അവനെ ആരാധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. അവിടെ അറുക്കപ്പെട്ടതുപോലെ കാണുന്നത് തന്റെ യാഗമരണത്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടായ നമ്മുടെ കർത്താവ് തന്റെ ശരീരത്തിൽ വഹിക്കുന്ന മുറിവിന്റെ പാടുകൾ നമ്മുടെ വീണ്ടെടുപ്പിനായി, അതായത് നിത്യശിക്ഷാവിധിയിൽ നിന്നും എന്നേക്കുമുള്ള ഒരു വിടുതലിനായി താൻ ക്രൂശീകരണത്തിലൂടെ സഹിച്ച കഷ്ടാനുഭവങ്ങളുടെ പ്രതീകമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്ന 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അടുത്ത പിന്നീട് പറയാണ്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ എല്ലാവരുടെയും കണ്ണുകൾ, നാം പറഞ്ഞല്ലോ യോഹന്നാൻ വന്നപ്പോൾ സിംഹാസനത്തെ കണ്ടു, ചുറ്റുമുള്ള ജീവികളെ കണ്ടു, അതിനുള്ള പളുങ്ക് കടൽ കണ്ടു, അതിനടുത്തുള്ള മൂപ്പന്മാരെ കണ്ടു, മൂപ്പന്മാരുടെ സിംഹാസനത്തെ കണ്ടു. എന്നാൽ
ഈ കുഞ്ഞാട് വെളിപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച മാറ്റാൻ കഴിയാതെ സ്തബ്ധരായി നാം നോക്കി നിൽക്കും, അറുക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ അറുക്കപ്പെട്ട ആ നിലയിൽ കാണുന്ന കുഞ്ഞാടിനെ. കാരണം നമ്മുടെ വീണ്ടെടുപ്പിനായി സഹിച്ച കഷ്ടതയുടെ അടയാളങ്ങളും വഹിച്ചു നിൽക്കുന്ന നമ്മുടെ അരുമനാഥനെ കാണുമ്പോൾ ആ കാഴ്ച, നമ്മുടെ നാഥനോടുള്ള സ്നേഹം 10 മടങ്ങ് ആ കാഴ്ച കാണുമ്പോൾ, അത് നേരിട്ട് കാണുമ്പോൾ വർദ്ധിക്കുവാൻ ഇടവരും. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആ കാഴ്ച കാണുവാൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആർക്കൊക്കെ കഴിയുന്നുണ്ട്? ആ മുറിക്കപ്പെട്ടതുപോലെ, ആ മുറിവേറ്റതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ ആത്മാവിൽ കാണുവാൻ, അത് നേരിട്ട് കാണുമ്പോൾ എത്രമാത്രം വില കൊടുത്തു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ അവനോടുള്ള നമ്മുടെ സ്നേഹം, ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും ആ നിലയിൽ നിന്ന് സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല. എന്നാൽ അവനോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ച് ആ പൂർണ്ണ സ്നേഹത്തിൽ നമുക്ക് ആയിത്തീരുന്ന ഒരു ദിനം നമുക്ക് മുമ്പായിട്ടുണ്ട്. തീർച്ചയായും ആ കാഴ്ച, നമ്മുടെ നാഥനോടുള്ള സ്നേഹം ആത്മാവിൽ കാണുമ്പോൾ തന്നെ അത് സംഭവിക്കും. നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരും, അത് 10 മടങ്ങ് വർദ്ധിക്കുവാനിടയായിത്തീരും. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ നമുക്ക് വിശദീകരിച്ചു തന്ന കർത്താവിന്റെ തേജസ്സും ഉന്നതിയും, നമ്മളിൽ കർത്താവിനെ കുറിച്ച് ഒരു ഭയവും, 1-ാമത്തെ കുറിച്ച് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. കർത്താവിന്റെ ആ മഹത്വത്തിൽ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ വിശദീകരിച്ചപ്പോൾ കർത്താവിനോട് നമുക്കൊരു ഭയം തോന്നി, ഒരു ഭക്തി തോന്നി, ഒരു ബഹുമാനം തോന്നി. അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ നമുക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയുടെ പ്രതീകമായി താൻ വഹിക്കുന്ന മുറിവടയാളങ്ങളുടെ ആ കാഴ്ച, മുറിവടയാളങ്ങളുമായി നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ കാഴ്ച നമ്മുടെ ഉള്ളിൽ കർത്താവിനോടുള്ള ഒരു അപ്രമേയ സ്നേഹത്തെ ആയിരിക്കും ഉളവാക്കുക. ഇന്ന് സന്ധ്യാസമയത്ത് കർത്താവദാസൻ പാടിയ പാട്ടുകളെല്ലാം ഇതിനോട് ചേർത്തായിരുന്നു എന്നുള്ളത് ഞാൻ അങ്ങനെ ഓർക്കുകയുണ്ടായി. ഞാൻ ചിന്തിച്ച ദൈവവചനത്തോട് ചേർത്ത് തന്നെയായിരുന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ കർത്താവിനോടുള്ള അപ്രമേയ സ്നേഹത്തെ ഓർക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് മുന്നിൽ ഒരുങ്ങി വരുന്നത്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ ധൈര്യവും ഉറപ്പും, കർത്താവിനുള്ള ധൈര്യവും ഉറപ്പും വർദ്ധിക്കട്ടെ. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറയുന്ന ആഹ്വാനം സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. കണ്ണുനീരണിഞ്ഞ, അല്ലെങ്കിൽ ആനന്ദം കൊണ്ട് കണ്ണുനീർ വന്ന ആ കണ്ണുകളും ചെവികളുമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അത്ര ആഴത്തിലുള്ള ഒരു അനുഭവമാണ്. ഈ സ്നേഹത്തെ ഭൂമിയിൽ വെച്ച് തന്നെ ഓർക്കാനാണ് നമ്മുടെ സഭകളിൽ ഇടയ്ക്കിടെയൊക്കെ കർത്തൃമേശകൾ ക്രമീകരിക്കുന്നത്. അത് നമുക്കറിയാം. കർത്തൃമേശ വരുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ദേവദാസന്മാർ, അതിലേരിക്കുന്ന ദേവദാസന്മാർ പറഞ്ഞ് നിങ്ങളെ ഉള്ളങ്ങളെ ധൈര്യപ്പെടുത്തുകയും ആ കാര്യങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടിയാണ് കർത്തൃമേശകളൊക്കെ ക്രമീകരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്നും ആ പുസ്തകം വാങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന രേഖപ്പെടുത്തി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇവിടെ മൂപ്പൻ വീണയും പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീഴുന്നുണ്ട്. പ്രിയരെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കുറെ കൂടി ആത്മീകമായിട്ട് കാഴ്ചപ്പാടുള്ളവർ നമ്മളായിരിക്കുന്ന രാജ്യങ്ങളുടെയും ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അതിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. ഈ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ക്രിസ്തുയേശുവിന്റെ നാമത്തിലാണ് നാം അപേക്ഷിക്കാറുള്ളത്. അതിനെ നമുക്ക് കാണിക്കുന്ന ഈ ധൂപവർഗവും പ്രാർത്ഥന ദൂരം അതിനെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തുടർന്ന് അവരെല്ലാം കൂടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. 9 മുതൽ 10 വരെ 9-10 വാക്യങ്ങൾ അത് കാണാൻ കഴിയുന്നത്. ആ പാട്ട് ഞാൻ വായിക്കട്ടെ. പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും മാറ്റിവെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ട് അവർ പാടുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങിയതിനാൽ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ദൈവത്താൽ ഒരുങ്ങിയ ഈ വലിയ രക്ഷ പ്രാപിപ്പാൻ സകല മനുഷ്യർക്കും കൃപയാൽ സാധിക്കും. അതാണ് അവിടെ കാണിക്കുന്നത്. സകല മനുഷ്യർക്കും കൃപയാൽ അത് സാധിക്കും. അവന്റെ ആ ദൈവത്താൽ ഒരുങ്ങിയ ഈ വലിയ രക്ഷ കൃപയാൽ പ്രാപിക്കേണ്ടതിന് അത് സാധിക്കും. അത് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടല്ലോ. കർത്താവ് തന്നെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് വിശ്വാസത്താൽ അംഗീകരിക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും എന്ന പദവിയിലേക്ക് അവന് ആ നിലയിലേക്ക് അവൻ കൂട്ടിവരുത്തുന്നു. ആ നിലയിലേക്ക് അവരെ ഉയർത്തുന്നു എന്ന് കാണുന്നുണ്ട്. അവർ ഭൂമിയിൽ വാഴുന്നു. അതൊരു പ്രവചന ഗാനമാണ്. ആ പദവി പറയുന്നുണ്ട്, അവർ ഭൂമിയിൽ വാഴുന്നു. അതായത് കർത്താവിനോട് കൂടെ അവർ ഭൂമിയിൽ വാഴും. അത് 1000 ആണ്ട് വാഴ്ചയെ കാണിക്കുന്നു.
തുയത്തീര സഭയോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞെന്ന് നാം ഓർക്കുന്നുണ്ടോ? ജാതികളുടെ മേൽ അവർക്ക് അധികാരം ലഭിക്കുമെന്ന്, തുയത്തീര സഭയോട് ജയിക്കുന്നവന് അധികാരം ലഭിക്കുമെന്നുള്ള ആ വാക്യത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? അതിനെ കാണിക്കുന്നു. അവർ ഭൂമിയിൽ വാഴുന്നു, ജാതികളെ ഭരിക്കുന്നു, ജാതികളുടെ മേൽ അധികാരം ലഭിക്കുന്നു എന്നുള്ളത് ആ പാട്ടിൽ അവിടെ പറയാണ്. അവിടെ പറയുന്ന അവർ പുതിയൊരു പാട്ട് പാടും. പുതിയ പാട്ട് പാടുമ്പോൾ ഇവിടെ ഒരു പഴയ പാട്ട് പാടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നു. അത് നമ്മൾ 4-ാം അധ്യായത്തിൽ കണ്ടിരുന്നു. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തി കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. അത് പഴയ പാട്ട് സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ്. സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഒരു പഴയ പാട്ടുണ്ടായിരുന്നു. ഒരു പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ പഴയതായിട്ട് അല്ലെങ്കിൽ നാമാവശേഷമായ പാട്ടെന്നല്ല അർത്ഥത്തിൽ ഒരു പാട്ട് പാടിയിരുന്നു. ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള ഒരു പാട്ടായിരുന്നു. അന്നേരം ആ ബന്ധത്തിലായിരിക്കുമ്പോൾ പുതിയ പാട്ട് വീണ്ടെടുപ്പിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനമാണ്. വീണ്ടെടുപ്പിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനമാണ് പുതിയ പാട്ട്. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പാടിയ പഴയ പാട്ടിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ല. എന്നാൽ പാപാവസ്ഥയിൽ കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്നത് ആ വീണ്ടെടുപ്പ് പ്രക്രിയ തന്നെയാണ്. ആ വീണ്ടെടുപ്പിന്റെ ഗാനം തന്നെയാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. നന്ദിയോടെ ദൈവം മുമ്പാകെ വീഴുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും പാട്ടുപാടാൻ അനുവദിക്കുന്നത് ആ വീണ്ടെടുപ്പിന്റെ ഓർമ്മ തന്നെയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, വീണ്ടെടുപ്പിന്റെ വില അത് വലിയതാണ്. അത് ഇന്ന് രാത്രി ആത്മാവിൽ ഗ്രഹിക്കട്ടെ. അതിന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആ ഭാഗം വായിച്ചല്ലോ. പുസ്തകം വാങ്ങുവാനും ആ പാട്ട് ഞങ്ങൾ വായിക്കണം. ആ പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വീണ്ടെടുപ്പാണ്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്ന എന്നൊരു പുതിയൊരു പാട്ട് പാടുന്നു. ഈ മഹത്വമേറിയ വീണ്ടെടുപ്പിൽ നാണം കൂടെ പാടുവാൻ ഇവർ പാട്ട് പാടുന്നു. ഈ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് കൂടെ പാടുവാൻ അനേകം ദൂതന്മാർ അവർക്ക് ചുറ്റും വന്ന് നിറഞ്ഞു. സ്വർഗത്തിലെ കാഴ്ചയാണ് പറയുന്നത്. ഈ പാട്ട് പാടുമ്പോൾ അനേകം ദൂതന്മാർ, അവരുടെ സംഖ്യ 10,000 ആയിരുന്നു. ആ പാട്ട് പാടുമ്പോൾ, ഈ വീണ്ടെടുപ്പിൻ ഗാനം പാടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് പാടുവാൻ ആ പാട്ടിനെ, ആ ദൈവത്തിന്റെ ആ ജയത്തെ കുറിച്ച് അതിനെക്കുറിച്ച് കേൾവി കേട്ടിട്ടുള്ളൂ. ആ കേൾവി ദൂതന്മാർ അവരുടെ ദൃഷ്ടികളിൽ കാണേണ്ടതിന് ഇതിന് ചുറ്റും വന്ന് നിറയുകയാണ്. ആ ദൈവത്തിന്റെ ജയം, ആ വീണ്ടെടുപ്പിന്റെ ആ ജയം, ആ വീണ്ടെടുപ്പിൻ ഗാനം, ആ ജയഗാനം പാടുന്നവരുടെ കൂട്ടത്തിൽ 1000 ദൂതന്മാരും അവിടെ വന്നു നിറയുന്ന കാഴ്ച ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നമുക്ക് കാണാൻ കഴിയട്ടെ. അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാട് 7 കൂട്ടം പദവികൾ ലഭിക്കാൻ യോഗ്യനെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വെളിപ്പാട് പുസ്തകം മുഴുവൻ 7കളുടെ പുസ്തകമാണ്. 7കൾ അതിൽ പൂർണ്ണ അർത്ഥത്തിലാണ് 7 എന്നുള്ള നമ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 7 കാര്യങ്ങൾ കാണുന്നുണ്ട്. ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം. അങ്ങനെ 7 കൂട്ടം കാര്യങ്ങൾ, 7 കൂട്ടം പദവികൾ ലഭിക്കാൻ കുഞ്ഞാടി യോഗ്യനെന്ന് ഘോഷിക്കുന്നുണ്ട്. ക്രിസ്തു സർവശക്തനായ ദൈവം എന്ന നിലയിൽ ശക്തിയുടെ ഉറവിടമാണ്. നമ്മളത് വായിച്ചതുള്ളത്, നമ്മളത് ഭാഗങ്ങൾ ചിന്തിച്ചാണല്ലോ. ജനിച്ചപ്പോൾ ഒരു വഴി അമ്പലത്തിൽ പോലും സ്ഥലം ലഭിക്കാതെ വന്നതിനാൽ പശുത്തൊട്ടിയിൽ അഭയം പ്രാപിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സർവ്വധനത്തിന്റെയും ഉറവിടമാണ്. അവനെ കുറിച്ച് പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, അവൻ ധനത്തിന് യോഗ്യനാണ്. ക്രിസ്തുയേശുവിന്റെ സർവജ്ഞാനത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അവന്റെ സർവജ്ഞാനത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രിയമുള്ളവരെ, സാത്താനെയും അവന്റെ സകല ദുഷ്ടാത്മസേനകളെയും തകർക്കുവാനുള്ള ബലം അവനിലുണ്ട്. അവൻ ബലത്തിന് യോഗ്യനാണ്. ദുഷ്ടാത്മസേനകളെയും സാത്താനെയും സകലത്തെയും തോൽപ്പിക്കുവാനുള്ള ആ ഒരു ബലം കർത്താവിനുണ്ട്. ഹല്ലേലൂയ. അടുത്ത ക്രൂശ് മരണത്തിലൂടെ ദൈവഹിതം നിറവേറ്റിയ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആ നാമത്തിന് മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുകയും സകലരും യേശു ക്രിസ്തു കർത്താവെന്ന് ബഹുമാനിച്ച് സ്തുതിക്കും. അവന് ബഹുമാനത്തിന് യോഗ്യനാണ്.
അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന നിലയിൽ സ്വർഗസിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്ന കർത്താവ് ദൈവം എന്ന നിലയിൽ മഹത്വം സ്വീകരിപ്പാനും അവൻ യോഗ്യനാണ്, മഹത്വത്തിനും യോഗ്യനാണ്. പ്രിയമുള്ളവരെ, മരണത്തെയും സാത്താനെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്തോത്രം സ്വീകരിപ്പാനും യോഗ്യനാണ്. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് ഈ വിധ യോഗ്യതകളുണ്ടെന്ന് ആത്മാവിൽ ഗ്രഹിച്ചൊന്ന് സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സ്തോത്രത്തിനൊപ്പം ദൈവത്തിന്റെ ആ യോഗ്യതയെ കുറിച്ചൊന്ന് കണ്ടിട്ട് അവനെ സ്തുതിപ്പാൻ, അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ദൂതന്മാർക്കോട് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിനും അവിടെ നിൽക്കുന്ന യേശു കർത്താവിനും മഹത്വം കരയറ്റുവാൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും ഒരുങ്ങുന്നുണ്ട്. സൃഷ്ടി അന്ന് സ്തുതിച്ച് പാടുന്നത് ഇതാണ്: സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്നായിരിക്കും അന്ന് ആ സകല സൃഷ്ടിയും പറയുന്നത്. സ്വർഗത്തിലുള്ള സൃഷ്ടി, ഭൂമിയിലുള്ള സൃഷ്ടി, ഭൂമിക്ക് കീഴിലുള്ളത്, സമുദ്രത്തിലുള്ളത്, എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് സ്തുതിച്ച് പാടുന്ന പദം ഇതാണ്: സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്നായിരിക്കും. അങ്ങനെ സ്തുതിക്കുന്നത് തീർച്ചയായും ഉചിതമാണ്. അതിനുള്ള യോഗ്യത ദൈവത്തിനുണ്ട്, കുഞ്ഞാടിനുണ്ട്. ആയതിനാൽ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 4 ജീവികളും ആമേൻ എന്ന് പറയും, ആമേൻ എന്ന് പറയും. അത് യോഗ്യമാണ്, അത് ശരിയാണ്, അതിന് യോഗ്യനാണെന്ന് അവർ അംഗീകരിച്ച് പറയുന്നുണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ട്, ആമേൻ എന്ന് പറയുന്നത് കേട്ട് അംഗീകരിച്ചുകൊണ്ട് 24 മൂപ്പന്മാർ വീണ്ടും ഈ കുഞ്ഞാടിന് മുമ്പാകെ വീണ്ടും നമസ്കരിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് 5-ാം അധ്യായത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിലുള്ള ദൂതുകൾ നമുക്ക് മുമ്പാകെ ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ഒരു പിക്ചർ കിട്ടി, അതിനോടൊപ്പം ചേർത്ത് നിങ്ങൾക്ക് ലഭിച്ച ദൂതുകളും നിങ്ങൾ മനസ്സിലാക്കി ഞാൻ കരുതുന്നു. ഞാൻ ഇത് കൺകൂടി 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ. സർവ്വലോകത്തിന്റെയും അല്ല, സർവ്വ സൃഷ്ടികളും ഭക്തിയോടെ സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും അർപ്പിക്കുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നാം ഓരോരുത്തരും. അത് നാം അറിയട്ടെ, അത് നാം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായി സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാടിനെ ആരാധിക്കുന്ന സ്വർഗത്തിന്റെ ചിത്രം ഇപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്തേഫാനോസിന്റെ രക്തസാക്ഷി സമയത്ത് കർത്താവ് നിൽക്കുന്നതായി പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഞാനത് ചിന്തിച്ചു, ഞാനൊന്ന് സൂചിപ്പിച്ചു പോയല്ലോ. രാജാതി രാജാവും കർത്താതി കർത്താവും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യന്റെ മരണസമയത്ത് എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് എനിക്ക് ആദ്യം സംശയമുണ്ടായി. ദൈവം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണെന്നുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ എന്റെ സംശയത്തിൽ ഞാൻ ഒന്ന് ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ പറയണോ എന്ന് ചിന്തിച്ചപ്പോൾ, ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അപ്പോൾ തന്നെ എന്റെ സംശയത്തെ ദൂരീകരിക്കുന്ന ദൈവാത്മാവ് വചനത്തിലൂടെ ഇടപെട്ട ഒരു വാക്യം ഇതാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം രക്തസാക്ഷിയാകുന്ന ആദ്യ ഭക്തനെ സ്വീകരിപ്പാൻ അവൻ എഴുന്നേറ്റു നിന്നു എന്നതിൽ ആശ്ചര്യപ്പെടേണ്ട. അത്രയ്ക്ക് അവൻ നമ്മളെ സ്നേഹിക്കുന്നു. സ്തേഫാനോസിനെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നാം ഗ്രഹിക്കട്ടെ, നാം മനസ്സിലാക്കട്ടെ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഒരവസരം എടുക്കാമോ? തിരിച്ച് നമ്മൾ അവനെ എത്ര സ്നേഹിക്കുന്നു, എത്രമാത്രം നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നു, അവന്റെ മഹത്വം കണ്ടിട്ട് എത്രമാത്രം അവനെ ആരാധിക്കുവാൻ കഴിയുന്നു, സ്തോത്രം പറയാൻ കഴിയുന്നു, അവന്റെ പ്രായശ്ചിത്ത ബലിമരണത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നാം കണ്ടതുപോലെ ആ വലിയ സ്വർഗത്തിലെ ആ സദസ്സിന് മുന്നിൽ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ എന്ന നിലയിൽ ഒരുങ്ങുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇട്ട് തരട്ടെ. ബാക്കിയുള്ളതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ പൂരിപ്പിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഈ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഈ ലോകത്തില് നാം കാണുന്നതിലൊക്കെ ശ്രേഷ്ഠമായ ഒരു വലിയൊരു അവസരം നമ്മുടെ മുമ്പാകെ ദൈവം വെച്ചിരിക്കുന്നത്, അത് പ്രാപിപ്പാനുള്ള യാത്രയിലാണ് നാം. അതിന് ദൈവം ഒരുക്കുന്ന ഈ നല്ല സമയങ്ങളെ ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നീ വിശുദ്ധരായി വേർപെട്ടവരായി ജീവിപ്പാൻ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവവചനങ്ങൾ നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാർ. എന്റെ ദേഹവും തിരുവാലയം
എനിക്കേകിയതാ. തിരുനാമത്തിൻ മഹത്വത്തിനാ ഇനി ജീവിപ്പാൻ കൃപ നൽകുക. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് തിരുവചനത്തിലൂടെ ഇന്ന് നമ്മളെ ആഴമായി പഠിപ്പിച്ചു. ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പാടിയത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ദേഹം അവിടുത്തെ ആലയമാക്കി തീർത്തെങ്കിൽ, അവിടുത്തെ ആത്മാവിനെ എനിക്ക് നൽകിയെങ്കിൽ, എൻ്റെ കർത്താവേ, അതേ സ്വർഗത്തിൽ കുഞ്ഞാട് ജയം പ്രാപിക്കണമെങ്കിൽ എൻ്റെ രക്ഷയെ ഞാൻ തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവേ, തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ഈ വരികൾ ഒന്നുകൂടി ചേർന്ന് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദേഹം തിരുവാലയമാ, നിന്റെ ആത്മാവേ എനിക്കേകിയതാ. തിരുനാമത്തിൻ മഹത്വത്തിനാ ഇനി ജീവിപ്പാൻ കൃപ നൽകുക. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എനിക്കായൊരു സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക്. എൻ്റെ പ്രാണനായകൻ യേശുവേ, എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ